ഓക്കെ, അപ്പോൾ നമ്മൾ ഹെൽമോൺസ് ഇലക്ട്രിക് ഡബിൾ എയർ എന്താണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കുക, നമ്മൾ ബീക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ Zn2+ഉം SO4 2- ആയിട്ടാണ് സിങ്ക് സൾഫേറ്റ് കിടക്കുന്നത്. ഇതിലോട് നമ്മൾ എന്തിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മൾ സിങ്ക് റോഡിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിങ്ക് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിച്ച് എന്തായി മാറും? Zn2+ഉം 2 ഇലക്ട്രോണും എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. എന്നിട്ട് ഈ Zn2+ നേരെ എങ്ങോട്ട് വരും വിചാരിക്കുക. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ Zn2+ നേരെ എങ്ങോട്ട് വരും? നമ്മുടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് വരും. ഈ റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺ നേരെ എങ്ങോട്ട് പോകും? നമ്മളെ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കും. 2 ഇലക്ട്രോഡ് മൈനസ്, അപ്പോൾ മൈനസ് ചാർജ് ആണ്. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? നമ്മളെ ഇലക്ട്രോഡിന് ഒരു മൈനസ് ചാർജ് കിട്ടും. അതുപോലെ ഈ Zn2+ സൊല്യൂഷനിലോട്ട് വരുന്ന സമയത്ത് എന്ത് കിട്ടും? ഇവിടെ Zn2+ന്റെ അതായത് പ്ലസ് ചാർജിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ഇലക്ട്രിക് ഡബിൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് കേസിലോട്ട് വരികയാണ്. ഓക്കെ, സെക്കൻഡ് കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ തന്നെ Zn എന്ത് ചെയ്യുന്നുണ്ട്? Zn2+ഉം 2 ഇലക്ട്രോണായിട്ട് മാറുന്നുണ്ട്. ആ 2 ഇലക്ട്രോൺ ഇപ്പോൾ എന്ത് ചെയ്യണതാ? ഈ 2 ഇലക്ട്രോൺ നേരെ എന്ത് ചെയ്യുന്നു? നമ്മൾ സൊല്യൂഷനിലോട്ട് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സൊല്യൂഷനിൽ ഓൾറെഡി ആരുണ്ട്? നമ്മൾ Zn2+ ഉണ്ട്. അപ്പോൾ ഈ Zn2+ എന്ത് ചെയ്യും? ഈ വരുന്ന ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറും? Zn ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തായിട്ട് മാറും? Zn ആയിട്ട് മാറും. എന്നിട്ട് അത് നേരെ എവിടെ പോയി കിടക്കും? നമ്മളെ ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അപ്പോൾ ഈ സൊല്യൂഷനിൽ കിടക്കുന്ന എല്ലാ Zn2+ എന്തായി മാറുകയാണ്? Zn ആയിട്ട് മാറുകയാണ്. അതിൻ്റെ അർത്ഥം ഈ സൊല്യൂഷനിൽ കിടക്കുന്ന Zn2+ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. 2+ന്റെ കോൺസെൻട്രേഷൻ കുറയുകയെന്ന് വെച്ചാൽ അവിടെ എന്ത് ഇതായിരിക്കും? SO4 2- അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതായത് മൈനസ് ചാർജ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടുന്നുണ്ട്. പ്ലസ് ചാർജ് കുറയുന്നു, പക്ഷേ മൈനസ് ചാർജ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പുറമേ മൈനസ് ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും, ഇവിടെ പ്ലസ് ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രിക് ഡബിൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹെൽമോൺസ് ഡബിൾ ലെയർ, ഇലക്ട്രിക് ഡബിൾ ലെയർ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പോൾ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനെല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്തായിരുന്നു? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലും നേരെ ഓപ്പോസിറ്റ്, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ദെൻ ഇലക്ട്രോ കെമിക്കൽ സെല്ല് അതിൻ്റെ ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി, ΔG എന്ന് വെച്ചാൽ ഗിബ്സ് ഫ്രീ എനർജിയാണ്. പ്ലസ് 2 നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതും എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ അത് ഗിബ്സ് ഫ്രീ എനർജി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. നമ്മളൊരു സെല്ലെടുത്താൽ, ഇലക്ട്രോ കെമിക്കൽ സെല്ലെടുത്താൽ ആ സെല്ലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന EMF എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലോ അതിൻ്റെ ഔട്ട്പുട്ട് EMF എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും, അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലോ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു ആനോഡിൻ്റെ ചാർജ് എന്താണ്? ഗാൽവൻ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല് ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ ഇലക്ട്രോ കെമിക്കൽ സെല്ല് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെല്ല്. പക്ഷേ ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി ആ സെല്ലിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഇലക്ട്രോൺ നമ്മൾ സപ്ലൈ ചെയ്യാണ് സെല്ലിലോട്ട്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, EMF പ്രൊഡ്യൂസർ ഇസ് മെഷർ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ല് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യാതാ? ഈ വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക, മെഷർ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കറണ്ട്, എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നുള്ളത് നമ്മൾ കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക, മെഷർ ചെയ്യുക. കറണ്ട് കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. ദെൻ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ വൺസ് അത് സ്റ്റാർട്ട് ചെയ്താൽ അത് ഫിനിഷ് ആകുന്നതായിരിക്കും, അത് സ്വമേധയെ നടന്നുള്ളൂ. അതേസമയം ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ അതെന്താണ്? നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അതായത് ത്രൂ ഔട്ട് ദ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ദാറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. So these are the difference between electrochemical cell and electrolytic cell. Clear? Okay. So our next topic is Nernst equation. It is very important.
എക്സാമിന് ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് നേനസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ? നേനസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ആ സെല്ലിൻ്റെ അകത്തുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും എങ്ങനെ പരസ്പരം റിലേറ്റഡ് ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത് നേനസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക. ഈ സൊല്യൂഷൻ്റെ അകത്ത് ഈ സൊല്യൂഷൻ സിങ്ക് സൾഫേറ്റ് ആണെങ്കിൽ ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനും ഈ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലും എങ്ങനെ പരസ്പരം റിലേറ്റഡ് ആയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് നമ്മുടെ നേനസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്താണ് നേനസ്റ്റ് ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. mn പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് m. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ. ഞാൻ ഒരു സൈഡ് മാത്രമേ 6 മാർക്ക് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ. m ഗീവ്സ് mn പ്ലസ് n ഇലക്ട്രോൺ. ഇങ്ങനെയും നടക്കാം. അതുപോലെ തന്നെ mn പ്ലസ് ne ഗീവ്സ് m. രണ്ട് സൈഡും എന്ത് ചെയ്യാം? റിയാക്ഷൻ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു റിയാക്ഷൻ ആണെങ്കിൽ ഏതൊരു റിയാക്ഷൻ എടുത്താലും ഇതൊരു സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷനാണ് ഇത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എം എന്ന് വെച്ചാൽ ഒരു മെറ്റൽ ഇലക്ട്രോണാണ്. ഓക്കെ, ഏതൊരു റിയാക്ഷൻ എടുത്താലും ആ റിയാക്ഷൻ ഒരു ഗിബ്സ് ഫ്രീ എനർജി ഉണ്ടാവും. ആ ഗിബ്സ് ഫ്രീ എനർജി നമുക്ക് എങ്ങനെയാണ് എഴുതാം? ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ. നമ്മൾ തെർമോഡൈനാമിക്സിന് എടുത്ത ഒരു പോർഷനാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നമുക്ക് എഴുതാം. ഡെൽറ്റ ജി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് ഗിബ്സ് ഫ്രീ എനർജി. ഏതൊരു സിസ്റ്റം എടുത്താലും അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഫ്രീ എനർജി ഉണ്ടാവും. ദെൻ n ഫോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതാണ് n എന്ന് പറയുന്നത്. എഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 96500 കൂളം പെർ മോൾ. ഇ എന്ന് വെച്ചാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജിനെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്? ഡെൽറ്റ ജി ഈസ് ഇക്വൽ ടു മൈനസ് എൻ എഫ് ഇ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു റിയാക്ഷൻ നമ്മളൊരു സെല്ലെടുക്കുന്ന സമയത്ത് ആ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ പ്രോഗ്രസ് ആകുന്നതനുസരിച്ച് അതിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഡാനിയൽ സെല്ല് എടുക്കുകയാണെങ്കിൽ ഡാനിയൽ സെല്ലിൻ്റെ അകത്ത് ആ റിയാക്ഷൻ നടക്കുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കറണ്ട് കിട്ടുന്നു. അപ്പോൾ ആ റിയാക്ഷൻ, അതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്? നടക്കുന്നതനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ഗിബ്സ് ഫ്രീ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മൈനസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡിനറി കണ്ടീഷനിൽ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എഫ്. അങ്ങനെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി 0 ഈക്വൽ ടു മൈനസ് എൻ എഫ് പി 0. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വെച്ചാൽ അറ്റ് 298 കെൽവിൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ജി 0 ഈക്വൽ ടു മൈനസ് എൻ എഫ് പി 0. ഇനി നമ്മളെ തെർമോഡൈനാമിക്സിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു വാൻ ഹോഫ് ഐസോത്തോംസ്. നമുക്ക് വാൻ ഹോഫ് ഐസോത്തോംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഇക്വേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ദാറ്റ് ഇസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി 0 പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. ഇതാണ് നമ്മുടെ വാൻ ഹോഫ് ഐസോത്തോം ഇക്വേഷൻ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി 0 പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. ഇത് നമ്മുടെ ഇക്വേഷൻ 1, നമ്മുടെ ഇക്വേഷൻ 2, ഇത് നമ്മുടെ ഇക്വേഷൻ 3. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ എന്തിലിട്ട് കൊടുക്കുക? ഇക്വേഷൻ 3യിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ? ഡെൽറ്റ ജിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ ഡെൽറ്റ ജി 0ൻ്റെ സ്ഥാനത്ത് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എൻ എഫ് പി ഈക്വൽ ടു മൈനസ് എൻ എഫ് പി 0 പ്ലസ് ആർ ടി എൽ എൻ ക്യൂ. ഇതിൽ എൻ എന്താണെന്ന് പറഞ്ഞു, എഫ് എന്താണെന്ന് പറഞ്ഞു, ഇ എന്താണെന്ന് പറഞ്ഞു, ഇ 0 എന്താണെന്ന് പറഞ്ഞു. ആർ എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതിൻ്റെ വാല്യൂ 8.314. ഓക്കെ, ടി എന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ, അതിൻ്റെ വാല്യൂ 298 കെൽവിൻ. ഓക്കെ, ക്യൂ എന്ന് വെച്ചാൽ നമ്മുടെ കോഷ്യൻ എന്ന് പറയും, റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് പറയും. ആ ക്യൂ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ട്. ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യൂ എന്ന് പറയുക, റിയാക്ഷൻ കോഷ്യൻ്റ് നമ്മൾ പറയും. ഓക്കെ, ദെൻ ഇങ്ങനെ നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മൈനസ് എൻ എഫ് ഇ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. മൈനസ് എൻ എഫ് ഇ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതും ക്യാൻസൽ ആയിപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവസാനം ഇ ഈസ് ഈക്വൽ ടു ഇ 0 മൈനസ് ആർ ടി ബൈ എൻ എഫ് എൽ എൻ ക്യൂ. മൈനസ് എൻ എഫ് ഇ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം കിട്ടുന്നത് ഇതാണ്. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു ഇ 0 മൈനസ് ആർ ടി ബൈ എൻ എഫ് എൽ എൻ ക്യൂ എന്ന് കിട്ടും. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? എൽ എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറൽ ലോഗരിതമാണ്. അപ്പോൾ ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ ലോഗായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 2.303 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ എങ്ങനെയാവും? ഈക്വൽ ടു ഇ 0 മൈനസ് 2.303 ആർ ടി ബൈ എൻ എഫ് ലോഗ് 10 to the base
റിയാക്ഷൻ കോഷ്യന്റ് Q. ഇതാണ് എന്ത് നമ്മളെ നേർനെസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ നേർനെസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ആറിൻ്റെ വാല്യൂ, ടീൻ്റെ വാല്യൂ, എഫിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആറിൻ്റെ വാല്യൂ 8.314, ടീൻ്റെ വാല്യൂ 298 കെൽവിൻ, എഫിൻ്റെ വാല്യൂ 96500. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? E=E0 മൈനസ് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 0.0591 ഡിവൈഡ് ബൈ n log 10⁻³ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ Q എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻറ്റ്. നമ്മൾ പ്രോഡക്റ്റ് ആരാണ്? M ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റ് എന്ന് പറയുന്നത് Mn+. ഓക്കെ, അപ്പോൾ അത് നമ്മൾ Qയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ E=E0 മൈനസ് 0.0591 ഡിവൈഡ് ബൈ n log 10⁻⁻. കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M⁻n+, നമ്മുടെ അയോണിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുന്നത് എന്താണ്? കോൺസെൻട്രേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് നമ്മൾ ഇടുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളൊരു പ്യുവർ മെറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് M നമ്മൾ 1 ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെയായി മാറും? E=E0 മൈനസ് 0.0591 ഡിവൈഡ് ബൈ n log 10⁻⁻, 1 ഡിവൈഡഡ് ബൈ Mn+, കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് കിട്ടും. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷനുള്ള നമ്മുടെ നേർനെസ്റ്റ് ഇക്വേഷൻ. എന്താണ് നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? അതായത് 298 കെൽവിനാണ് എന്ത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. 298 കെൽവിൻ അല്ല, ടെമ്പറേച്ചർ വേറെ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഈ ഇക്വേഷൻ ഇട്ടിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിലോ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഇക്വേഷൻ എന്താണ്? ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനാണ് എന്ത് നമ്മളെ നേർനെസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം എക്സാമിന് ചോദിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് നേർനെസ്റ്റ് ഇക്വേഷൻ. നേർനെസ്റ്റ് ഇക്വേഷൻ വെച്ചാൽ എന്താണ്? ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തമ്മിൽ എന്താണ് റിലേഷൻ? ആ റിലേഷനാണ് എന്ത് നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇതൊരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഇവിടെ നോക്കുക, ഇതെന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രോഡാണ്. അതുപോലെ ഇതും എന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രോഡാണ്. ഈ രണ്ട് സിംഗിൾ ഇലക്ട്രോഡും കൂടി കപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഹോൾ സെല്ല് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ നേർനെസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സിംഗിൾ ഇലക്ട്രോഡിൻ്റെ, അതായത് സിങ്ക് സൾഫേറ്റ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഉള്ള സിങ്കിൻ്റെ പൊട്ടൻഷ്യലും ഈ സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷനും എങ്ങനെ റിലേറ്റ് ആയിരിക്കുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ കേസ്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ രണ്ട് സിംഗിൾ ഇലക്ട്രോഡും കൂടി കപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹോൾ സെല്ല് കിട്ടും. അപ്പോൾ ആ സെല്ലിൻ്റെ നേർനെസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അത് നോക്കാം. നേർനെസ്റ്റ് ഇക്വേഷൻ ഫോർ എ കംപ്ലീറ്റ് സെൽ, അതായത് രണ്ട് ഇലക്ട്രോഡും കൂടി കപ്പിൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് ഒരു സെല്ല്. ആ സെല്ലിൻ്റെ കംപ്ലീറ്റ് നേർനെസ്റ്റ് ഇക്വേഷനാണ് പറഞ്ഞത്. ഇതെന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ. ഇത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഇലക്ട്രോഡും കൂടി കപ്പിൾ ചെയ്ത് കിട്ടുന്ന സെല്ലിൻ്റെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. എ പ്ലസ് ബി gives സി പ്ലസ് ഡി. എ എന്ന് പറഞ്ഞാൽ സ്റ്റോയിച്ചിയോമെട്രിക് കോൺസ്റ്റൻ്റ് ആണ്. AB gives BC. അപ്പോൾ നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റൻറ്റ്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. നമ്മുടെ നേർനെസ്റ്റ് ഇക്വേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേർനെസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഇതല്ലേ നമ്മുടെ നേർനെസ്റ്റ് ഇക്വേഷൻ. E=E0 മൈനസ് 0.059 ഡിവൈഡ് ബൈ n log Q. ഇതാണ് നമ്മുടെ നേർനെസ്റ്റ് ഇക്വേഷൻ. ഇനി ആ ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ ഇതാണ് എന്ത്? ഒരു കംപ്ലീറ്റ് സെല്ലിൻ്റെ രണ്ട് ഇലക്ട്രോഡ് ചേർന്നിട്ടുള്ള കംപ്ലീറ്റ് സെല്ലിൻ്റെ നേർനെസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഡാനിയൽ സെല്ല് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡാനിയൽ സെല്ല് എടുക്കുകയാണെങ്കിൽ ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ കംപ്ലീറ്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. Zn പ്ലസ് Cu2 പ്ലസ് ഗീവ് Zn2 പ്ലസ് Cu. ഇതാണ് എന്ത്? നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ അല്ലേ? ഇനി നമ്മുടെ നേർനെസ്റ്റ് ഇക്വേഷൻ എന്താണ്? നേർനെസ്റ്റ് ഇക്വേഷൻ ഇതാണ് ഇട്ട് കൊടുക്കാൻ. ഓക്കെ,
ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഇ സെൽ ഈസ് ഇക്വൽ ടു E0 സെൽ, അതായത് ഇ എന്ന് വെച്ചാൽ ഈ സെല്ല് തന്നെയാണ് കേട്ടോ. E0 സെൽ ഞാൻ താഴെ സെല്ല് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, രണ്ടും സെയിം തന്നെ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇത് നമ്മുടെ സിംഗിൾ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ. ഇ സെൽ ഈസ് ഇക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ഇലക്ട്രോണാണ് എന്ത് സംഭവിക്കുന്നത്, ഈ റിയാക്ഷനിൽ മൊത്തം ട്രാൻസ്ഫർ ആവുന്ന എത്ര ഇലക്ട്രോണാണ്? 2 ഇലക്ട്രോണാണ്, 2 ഇലക്ട്രോൺ. അതുകൊണ്ട് നമ്മൾ എന്നിൻ്റെ വാല്യൂ എന്തിട്ട് കൊടുക്കുന്നു? 2 എന്ന് ഇട്ട് കൊടുക്കും, 2. ദെൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അതാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ പറഞ്ഞു പ്യുവർ മെറ്റലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ 1 എന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കോപ്പറിൻ്റെ വാല്യൂ 1 ആയിരിക്കും, സിങ്കിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/1 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ലോഗ് Zn2+ ഡിവൈഡ് ബൈ Cu2+. ഇനി ഇതിൻ്റെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലോഗ് മൈനസ് ആയി മാറും. അതുകൊണ്ടാണ് ഇവർ മൈനസ് മൈനസ് പ്ലസ് ആയി വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ നാനോസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെൽ എന്ന് വെച്ചാൽ എന്താണ്, ആ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതേസമയം E0 സെൽ എന്ന് വെച്ചാൽ എന്താണ്, ആ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അത് ആ വ്യത്യാസം അറിയണം. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ വെച്ചാൽ 298 കെൽവിനുള്ള ആ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് E0 സെൽ എന്ന് പറയുന്നത്. E0 സെല്ല് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? E0 സെൽ ഈസ് ഇക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. അതിൻ്റെ ആ സെല്ലിൻ്റെ കാഥോഡിൻ്റെ വാല്യൂ മൈനസ് ആനോഡിൻ്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് കിട്ടുക, ആ സെല്ലിൻ്റെ E0 സെൽ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? ഇത്രയും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നാനോസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. ഓഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ക്ലാസ് വന്നിട്ടാലും ഓക്കെ, ഞാനതിന് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാകും, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം യു ബെറ്റർ പോസ്റ്റ് യുവർ ഡൗട്ട്സ് ഇൻ ഗൂഗിൾ ക്ലാസ് റൂം സോ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദ ഹോൾ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ നാനോസ്റ്റ് ഇക്വേഷൻ ഡെറിവേഷൻ വൃത്തിയായിട്ട് പഠിക്കുക, എന്തിനാണെന്നുള്ളത് പഠിക്കുക. സോ നമ്മൾ ഡൗട്ട്സ് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. വെറും മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു കാര്യമില്ല. ഇത്രമാത്രം ആലോചിക്കുക. നാനോസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എ സെൽ. തൽക്കാലം നമുക്ക് ഇന്ന് ഇത്രയോളം നമുക്ക് നിർത്താം. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഈ കമ്പൽസറി ഈ ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഇക്വേഷനും കമ്പൽസറി പഠിച്ചു വെച്ചോളുക. ഇതാണ് നമ്മുടെ നാനോസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ 298 കെൽവിൻ അല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. അതേസമയം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ 298 കെൽവിൻ ആണെങ്കിൽ നമ്മളെ നാനോസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പോൾ നാനോസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏതൊരു ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ബാക്കി ക്ലാസ് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബൈ. ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും എടുത്തതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ നോട്ട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. യു ക്രിയേറ്റ് യുവർ ഓൺ നോട്ട്സ്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു നോട്ട് ബുക്കിൽ തന്നെ എഴുതിക്കൊള്ളുക. പേപ്പറിലൊന്നും എഴുതാൻ നിൽക്കരുത്. പെയറായിട്ട് ഒരു ലോങ് ബുക്ക് എടുക്കുക, നോട്ട് എടുക്കുക. എന്നിട്ട് അതിൽ തന്നെ ഈ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഞാൻ ഇൻഡിവിജ്വലായിട്ടുള്ള T1 T2 ക്ലാസ്സിൻ്റെയും ഞാൻ വെരിഫൈ ചെയ്യും. സോ എല്ലാവരും കമ്പൽസറി നോക്കുക. നമ്മളെ സിലബസ് സ്റ്റാർട്ട് ചെയ്തു. ഇതായിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിനുള്ള പോർഷനാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ക്ലാസ്സിൽ എത്രത്തോളം അറ്റൻറ്റീവ് ആയിരിക്കുമോ, നമ്മൾ റെഗുലർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമോ അതേ ഗൗരവത്തോടു കൂടി ഈ ക്ലാസ് കാണുക. വാട്ട് ആർ ദ ഡൗട്ട്സ് യു ഹാവ്, യു ക്യാൻ ആസ്ക് മീ വിയ വാട്സപ്പ് ഓർ യു ക്യാൻ പോസ്റ്റ് ഇൻ ദി ഗൂഗിൾ ക്ലാസ് റൂം. സോ യാതൊരു സംശയമില്ല, ചോദിക്കാം. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഇന്ന് ഓരോ ടോപ്പിക്ക് അന്നന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവുക. കമ്പൽസറി ഇതിൻ്റെ നോട്ട്സ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ അത് നോക്കി നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തിട്ട് കമ്പൽസറി എല്ലാ സ്റ്റുഡൻസും അത് ഫോട്ടോ എടുത്ത് നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് വെരിഫൈ ചെയ്ത് അതിനുള്ള മാർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.